മനുഷ്യരെയും അല്ലാഹു പടച്ചതമ്പുരാ ലോകത്തിൽ നിന്ന് മരണപ്പെടുത്തിയിട്ട് പരലോകത്തിനേക്ക് അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ മാത്രമാണ് എന്റെ മനസ്സിന്റെ സമാധാനമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പുന്നാര നബി തങ്ങൾ പറയുന്നു, പരലോകം തുടങ്ങുന്നത് എന്നിലൂടെയാണ് പരലോകം തുടങ്ങുന്നത്. ദുനിയാവ് മുഴുവനും തകർന്നടിഞ്ഞു പോയാ കുല്ലു മൻ അലൈഹാ ويبقى وجه ربك ذو الجلال والإكرام. എല്ലാ വസ്തുക്കളും അല്ലാഹു ഒഴിച്ച് സർവ്വതും തകർന്നു പോകുന്ന ഒരു ലോകം. അത് കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അന അവ്വലു മൻ യുബ്അസു യൗമൽ ഖിയാമ, ആദ്യമായി എഴുന്നേൽപ്പിക്കുന്നത് എന്നെയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടെത്തുകയാണ്. പരലോകത്തേക്ക് നമ്മൾ എത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഭൂമി എങ്ങനെ തരിശു ഭൂമിയായി സർവ്വതും തകർന്നടിഞ്ഞ് ഒരു ബോൾ ഉരുട്ടിയാൽ ഇതിന്റെ അങ്ങേത്തലയ്ക്ക് പോയി നിൽക്കുന്ന രീതിയിൽ നിരപ്പായി കിടക്കുമ്പോ എവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്നത്? പരിശോധന നടത്തുമ്പോൾ ആദ്യം കാണുന്ന പ്രകാശമുള്ള സ്ഥലമേതാ? സുബ്ഹാനല്ലാഹ്, ആ പുണ്യസ്ഥലത്ത് മരിച്ചവരെ നിങ്ങളെത്ര ഭാഗ്യവാന്മാരാണ്. ആ മനോഹരമായ സ്ഥലത്തടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നവരെ നിങ്ങളെത്ര ഭാഗ്യവാന്മാരാണ്. അല്ലാഹുവേ, ബാഫഖീതങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് മഹാരഥന്മാര് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ പുണ്യഭൂമി ഒന്ന് കാണാനെങ്കിലുമുള്ള ഭാഗ്യം നിങ്ങൾക്ക് തരണേ അല്ലാഹുവിന്റെ റസൂല് പറയും, ആദ്യമായിട്ട് ഞാനാണ് എഴുന്നേൽക്കുന്നത്. തുമ്പി ഇതിനില്ല, അല്ലാഹുവിന്റെ അനുമതിയോട് എഴുന്നേൽക്കണമെന്ന് പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് വന്ന് അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ചുണർത്തുന്നത്. ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? അയിന ഉമ്മത്തി യാ ജിബ്രീൽ, എന്റെ സമുദായം എവിടെയെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ ആദ്യത്തെ ചോദ്യം അതാണ്. എന്റെ സമുദായം എവിടെയെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന നബിയെ, സമയമായി, അങ്ങയുടെ സമുദായത്തെ പരലോകത്തേക്ക് കൊണ്ടുവരാ സമയമായി. ഉഖ്റുജൂ ഇലാ മഹ്ശർ, ഖബറിന്റെ ഉള്ളറയിൽ നിന്ന് വല്ലപ്പുഴ അടക്കിയവരും പൊട്ടച്ചിറയിൽ അടക്കിയവരും പട്ടാമ്പിയിൽ അടക്കിയവരും പെരിന്തൽമണ്ണയിൽ ഖബറടക്കിയവരും മലപ്പുറത്ത് എറണാകുളത്ത് തൃശ്ശൂർ തിരുവനന്തപുരത്ത് അടക്കപ്പെട്ടവരെല്ലാം ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരികയാണ്. യൗമ യഖൂമു റൂഹു വൽ മലായികതു സഫാ, സഫു സഫാഹി, മനുഷ്യരും അതുപോലെ മലക്കുകളും അല്ലാഹുവിന്റെ ജിന്നവർഗ്ഗങ്ങളെല്ലാം നിരനിരയായി നിൽക്കുകയാണ്. യൗമ യഫ്റുൽ മർഉ മിൻ അഖീഹി ഉമ്മിഹി വഅബീഹി, ഉമ്മായെ നോക്കാൻ മക്കൾക്ക് കഴിയുന്നില്ല, ഉപ്പായെ നോക്കാൻ മക്കൾക്ക് കഴിയുന്നില്ല, സഹോദരങ്ങളെ നോക്കാൻ സഹോദരിമാർക്ക് സാധിക്കുന്നില്ല. കുടുംബത്തിന് വേണ്ടി കട്ടപ്പെടുമ്പോ നിസ്കാരം മറന്നവര്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഉമ്മയെ നോക്കിയവര്, പടച്ചോനെ മറന്നുകൊണ്ട് കൂടപ്പുറപ്പിന് വേണ്ടി ജീവിച്ചവര്. അതുപോട്ടെ, ഇന്ന് കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകുമ്പോ നിനക്ക് നിസ്കാരമുണ്ടോ? ഇന്ന് കൂട്ടുകാരന്റെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുമ്പോ അല്ലാഹ് നീ മറക്കുന്നില്ലേ? നോക്കുമോനെ, പടച്ചോന്റെ ഖുർആൻ പറയുകയാ, ഉമ്മാടെ ഭാഗത്ത് നോക്കാറ്, ഉപ്പാടെ ഭാഗത്ത് നോക്കാറ്, മക്കളെ നോക്കാറ്, സഹോദരങ്ങളെ നോക്കാറ്. യൗമ യഫ്റുൽ മർഉ മിൻ അഖീഹി, ഓടുകയാണ്. യൗമൈദി ശഅനി യുഗ്നി, എല്ലാവർക്കും അവരവരുടെ കാര്യമുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ മുമ്പ് വരികയാ. എന്നിട്ട് പറയുന്ന നബിയേ, പരലോകത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞതില് ഒരായത്തിൽ എനിക്കൊരു സംശയമുണ്ട് നബിയേ, അതൊന്ന് വിശദീകരിക്കണം റസൂലേ.
അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന പറയുക മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. ഖുർആൻ ഓടി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് പ്രിയപ്പെട്ടവരെ. യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ സംഘം സംഘമായി ജനങ്ങൾ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നബി തങ്ങളോട് പറഞ്ഞു, ഈ സംഘം സംഘമായി വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല നബിയെ, ഒന്ന് പറഞ്ഞു തരണം. മുആദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തല ഇങ്ങനെ കുനിച്ചു വെച്ചു. മുആദ് റളിയല്ലാഹു അൻഹു മുത്ത് നബി തങ്ങളുടെ ദാടിയുടെ ഭാഗത്തേക്ക് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഉയർത്തി നോക്കുമ്പോൾ ഫബകാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പറയുന്നു, മുആദേ സൽതനി അൻ അംരിൻ അദീം, ഒരു വലിയ ഗൗരവമുള്ള കാര്യമാണ് മുആദേ നീ എന്നോട് ചോദിച്ചിരിക്കുന്നത്. വളരെ ഗൗരവമുള്ള ഭയപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖബറിന്റെ അകത്തുന്ന പരലോകത്തേക്ക് മനുഷ്യർ എഴുന്നേറ്റ് വരുമ്പോ 12 വിഭാഗമായി വരുന്നതാണ് മുആദ്. വല്ലപ്പുഴയിലെ ചെമ്മൻകുടിയിൽ വന്ന ഉമ്മമാരെ പാരിതോഷികം വാങ്ങാൻ വേണ്ടി കടന്നു ചെല്ലുകയാ. അല്ലാഹുവിന്റെ കോടതിയിലെ പരലോകത്തെ പാരിതോഷികം വാങ്ങാ ഖബറിന്റെ അകത്തിലും എഴുന്നേറ്റ് ചെല്ലുന്ന ചെമ്മൻകുടിയിലെ ഉമ്മ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു 12 വിഭാഗമായിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആരേ അതിൽ 11 വിഭാഗവും നരകത്തിലാണ്. ആരേ അതിൽ 11 വിഭാഗവും നരകത്തിലാ, അവർക്ക് സ്വർഗമില്ല. മുആദേ സ്വർഗമില്ല. 12ാമത് വരുന്ന ഒരൊറ്റ വിഭാഗത്തിന് മാത്രമാ സ്വർഗമുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിരുന്നു കൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു കരയാ തുടങ്ങുകയാ. ചെമ്മൻകുഴിയിൽ വന്നിരിക്കുന്നവരെ, പടച്ചോന്റെ കോടതിയിൽ സ്വർഗം വാങ്ങാൻ ചെല്ലുന്ന 12ാമത്തെ വിഭാഗത്തിലല്ലേ നമുക്ക് പെടാനുള്ളത്. അതിന് സീരിയൽ കണ്ടുകൊണ്ടിരുന്ന പറ്റൂല്ല, സിനിമ കണ്ടുകൊണ്ടിരുന്ന പറ്റൂല്ല, പൂരപ്പറമ്പിൽ കറങ്ങി നടന്ന പറ്റൂല്ല, ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ട് അടിച്ചു പൊളിച്ച പറ്റൂല്ല. എന്റെ പ്രിയപ്പെട്ട സമുദായമേ, 12ാമത്തെ വിഭാഗത്തിലേക്ക് പറയുന്നതിന് മുമ്പ് ആ 11 വിഭാഗങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഒന്ന് വിശദീകരിക്കുകയാ. വിശദീകരിച്ച് തീർക്കാൻ സാധ്യമല്ലെന്നറിയാ, എന്നാലും ഒരു ശ്രമം നടത്തുകയാ. വല്ലപ്പുഴയിലെ ചെമ്മൻകുഴിയിൽ ഞാനെന്ന് വന്നാലും ആവേശത്തോടെ ഓടിയെത്തുന്ന ചെറുപ്പക്കാരാ, ഈ വിശാലമായ ഗ്രൗണ്ട് പോലും നിറയ്ക്കാൻ പാകത്തിൽ ഓടിയെത്തിയ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ മനസ്സ് വെക്കുക, ഒരിക്കലും ഈ 11 വിഭാഗത്തിൽ പെടാൻ പാടില്ല. മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുകയാ, നബിയേ അവിടുന്ന് ഒന്ന് വിശദീകരിച്ച് തരണം റസൂലേ. ആരൊക്കെയാണ് ആ വിഭാഗങ്ങളെന്ന് പറയണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, 1ാമത്തെ വിഭാഗമാരാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, അതേ ഖബറിന്റെ അകത്തിരുന്ന ഒരു വിഭാഗം എഴുന്നേറ്റ് വരികയാ. ലൈസ ലഹും യദാനി വലാ റിജ്ലാ, അവർക്ക് 2 കൈകളില്ല, അവർക്ക് 2 കാലുകളില്ല. 1ാമത്തെ വിഭാഗം 2 കൈയില്ല, 2 കാലും ഇല്ല. അല്ലാഹുവിന്റെ കോടതിയിൽ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന 1ാമത്തെ വിഭാഗം 2 കൈയും അവർക്കില്ല, 2 കാലുകളും ഇല്ല. അടക്കുമ്പോൾ 2 കൈയുമുണ്ട്, 2 കാലുമുണ്ട്. വല്ലപ്പുഴയിലും പൊട്ടച്ചിറയിലും പട്ടാമ്പിയിലും പെരിന്തൽമണ്ണയിലും ചെറുപ്പുളശ്ശേരിയിലും ഒക്കെ ഈ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് ഇറക്കി വെക്കുമ്പോൾ മക്കളൊക്കെ കണ്ടതാണ്. 2 കൈയുണ്ട്, 2 കാലുണ്ട്, സർവ്വവിധ ശരീരത്തിന്റെ അവയവങ്ങളുണ്ട്, അംഗവൈകല്യങ്ങൾ ഒന്നുമേ ഇല്ല. പക്ഷെ ഇവിടെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന 1ാമത്തെ വിഭാഗം ലൈസ ലഹും യദാനി വലാ റിജ്ലാൻ,
അവർക്ക് 2 കൈകളും ഇല്ല, 2 കാലുകളുമില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, അവരെന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹു അവരെ അങ്ങനെ കൊണ്ടുപോകുന്നത്? എന്ത് തെറ്റ് ചെയ്തതാണെങ്കിലും നബിയേ, ആ